ജീവിക്കുമ്പോൾ ബോധത്തോടെ ജീവിക്കണം. പക്ഷെ ബോധം തന്നെയാണ് ജീവിതം എന്നത് നമുക്ക് എത്ര പേർക്ക് അറിയാമെന്നുള്ളത് ഒരു വിഷയം തന്നെയാണ്. ബോധമാണ് ജീവിതം. ഇതാണ് ബുളിംബസിന്റെ വീക്ഷണം. അതിനെക്കുറിച്ച് പറയുന്നത് ഇവിടെ ഇങ്ങനെയാണ്: കോൺഷ്യസ്നസ് ഷേപ്സ് ലൈഫ് as deeply as awakened to our true nature. ബോധമാണ് ജീവിതം. ബോധമാണ് ജീവിതത്തിന്റെ അടിസ്ഥാനം. മനുഷ്യൻ തന്റെ ബോധത്തിന്റെ ആഴത്തിനനുസരിച്ചാണ് ലോകത്തെയും സ്വയത്തെയും അനുഭവിക്കുന്നത്. ബാഹിക ബോധത്തിൽ നിന്നും പരിബോധത്തിലേക്കുള്ള യാത്രയാണ് യഥാർത്ഥ ആത്മവികാസം. കഥാപാത്രങ്ങളിൽ കുടുങ്ങിയ ജീവിതത്തിൽ നിന്നും പ്രപഞ്ച ജീവിതവുമായി ഐക്യപ്പെടുന്ന അവസ്ഥയിലേക്കുള്ള പരിവർത്തനമാണ് ഒളിമ്പസ് ദർശനം പഠിപ്പിക്കുന്നത്. ബോധം വികസിക്കുമ്പോൾ ജീവിതം കൂടുതൽ അർത്ഥപൂർണവും സമന്വിതവും ശാന്തവുമാകുന്നു. ഈ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് വിചാരം ചെയ്യുന്നത്. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ ഈ ദിനം, സന്തോഷകരമാകട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. ബോധം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് എന്ത് എപ്പോൾ എവിടെ സംഭവിക്കുന്നു എന്നതിനെ കുറിച്ച് നമുക്കുള്ള അറിവാണ്. എന്ത് എപ്പോൾ എവിടെ എങ്ങനെ എന്നതിനെ കുറിച്ചുള്ള നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്, അറിയാനുള്ള ശേഷിയാണ്, അറിയലാണ് ബോധം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിലെ ബോധം എന്ന് പറയുന്നതിനേക്കാളും കുറെ കൂടെ വിപുലപ്പെട്ടതാണ്. നമ്മൾ ഈ പറയുന്ന ബോധം എന്ന് പറയുന്നത് നമുക്ക് പരിചയമുള്ള, നമ്മുടെ ജീവിതത്തിന്റെ ചുറ്റുപാടിൽ നമ്മൾ കാണുന്ന, നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ബോധത്തെയാണ്. ഈ ബോധം ഉപയോഗിച്ചാണ് നമ്മൾ ബോധത്തെയും അറിയുന്നത്, ബോധം ഉപയോഗിച്ചാണ് ജീവിതത്തെയും അറിയുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ബോധം ആണ് ജീവിതത്തെ ജീവിതമാണെന്ന് നമ്മൾക്ക് പരിഭാഷപ്പെടുത്തി തരുന്നത്. ആ ബോധം, അതിലും വിപുലപ്പെട്ട പൂർണ്ണമായ ശരിയായ ബോധം എന്ന് പറയുന്നത് നമ്മൾ അറിയുന്നതും അറിഞ്ഞുകൊണ്ടിരിക്കുന്നതും ആയ സർവ്വതും ചേർന്നതാണ്. അതായത് ഞാൻ അറിയുന്നു, ഇവിടെ ഇതെല്ലാം ഉണ്ടെന്ന് അറിയുന്നു. അറിയുന്നത് എന്തിനെയാണ്? ഇവിടെ, ഇത്, ഇങ്ങനെ, ഇപ്പോൾ എന്നൊക്കെ ഉണ്ടല്ലോ, ഇവയും ബോധമാണ്. അതിനെയും ഇതിനെയും, ഈ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാൻ ആണ് അറിയുന്നത്. ഞാൻ അറിയുന്ന ഈ ഞാനിനെയും, ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന എന്തിനെയെല്ലാമാണോ അതിനെ എല്ലാം കൂടെ ചേർത്തുകൊണ്ട് നമുക്ക് പറയാവുന്ന വിപുലപ്പെട്ട പേരാണ് ആ പരമമായ ബോധം എന്ന് പറയുന്നത്. അപ്പോ ഞാൻ എന്ന് അറിയുന്ന ബോധമുണ്ടല്ലോ, ഞാൻ എന്ന് അറിയുന്ന ബോധം, ആ ബോധമാണ് നമുക്ക് പരിചയമുള്ള ബോധം. ഈ പരിചയമുള്ള ബോധത്തിൽ നിന്നും ഈ സമ്പൂർണമായ അറിയപ്പെടുന്നത് ആയ കാര്യങ്ങളെയും കൂടെ ചേർത്തുകൊണ്ടുള്ള ബോധത്തെ, ഈ രണ്ടും തമ്മിലുള്ള ഒരു ദൂരമുണ്ടല്ലോ, ഈ ദൂരത്തെ പൂർണ്ണമായിട്ട് എടുത്താൽ അതാണ് ജീവിതം എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ജീവിതത്തെ ജീവിച്ചു തീർക്കുകയാണ് ചെയ്യുക, അല്ലെ? ഈ ജീവിച്ചു തീർക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തെ നമ്മൾ ബോധപൂർവം അറിയുകയാണോ, അതോ ബോധം നമുക്ക് കാണിച്ചു തരുന്ന ഒരു കഥാപാത്രത്തെ മാത്രം അഭിനയിക്കുകയാണോ എന്നുള്ളത് പരിശോധിച്ചിട്ടുണ്ട്. ഞാൻ എന്നതാണെന്ന് എനിക്കൊരു തോന്നലുണ്ട്. ഞാൻ സന്തോഷാണ്, ഞാൻ പാലക്കാടാണ്, ഞാൻ റിക്കോസഫറാണ്, ഞാൻ മലയാളിയാണ് എന്നൊക്കെ പറയുന്ന ചില ഗുണവിശേഷങ്ങൾ എനിക്ക് ഞാൻ നൽകിയിട്ടുണ്ട്. ആ ഗുണവിശേഷങ്ങൾ എന്ന് പറയുന്നതെല്ലാം കൂടെ ചേർന്നാണ് ഞാൻ എന്ന കഥാപാത്രം. എന്റെ ജീവിതമാകുന്ന കഥയിലെ, അല്ലെങ്കിൽ ലോകത്തിന്റെ ജീവിതമാകുന്ന കഥയിലെ ഒരു കഥാപാത്രമാണ് ഞാൻ ഈ പറഞ്ഞ ഗുണങ്ങളുള്ള, ആട്രിബ്യൂട്ട്സ് ഉള്ള ഞാൻ. അതൊരു കഥാപാത്രമാണ്. ആ കഥാപാത്രത്തെ അഭിനയിക്കുക എന്നുള്ളതാണോ നമ്മൾ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു അന്വേഷണം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ബോധമാണ് നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്നുള്ളത്. നാം കാണുന്നതും ചിന്തിക്കുന്നതും അനുഭവിക്കുന്നതും ഒക്കെ ബോധത്തിന്റെ പ്രകടനങ്ങളാണ്. അതെന്ത് തന്നെ ആയിക്കോട്ടെ, നമ്മൾ കാണുന്നു എന്നുള്ള കാഴ്ച, ചിന്തിക്കുന്നു എന്നുള്ള അനുഭവം, നമ്മൾ ഫിസിക്കലി അനുഭവിക്കുന്നത്, ഇതെല്ലാം തന്നെ ബോധത്തിന്റെ പ്രകടനങ്ങളാണ്. ഈ ബോധം എന്ന് പറയുന്നത്
ഒരു ഗുണനിലവാരമുള്ളതായിരിക്കും. അതിനൊരു ഗുണമുണ്ടായിരിക്കും, ഒരു ഗുണത്തോട്ട് ഒരു ആട്രിബ്യൂട്ട് ഉണ്ടായിരിക്കും. അത് നല്ലതാണ്, അത് ശുഭകരമാണ്, അത് തളരാത്തതാണ് എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയുണ്ടല്ലോ. ബോധത്തിന് അങ്ങനെയുള്ള ചില ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ഈ ആട്രിബ്യൂട്ട്സ് വെച്ചാൽ ഗുണം, ആ ഗുണത്തിന്റെ നിലവാരം എന്താണോ അതിനനുസരിച്ചാണ് ജീവിതത്തിന്റെ ഗുണനിലവാരം ഉണ്ടാവുന്നത്. ശരിക്കും നമ്മുടെ ജീവിതം മെച്ചപ്പെടാൻ നമ്മുടെ ജീവിത പശ്ചാത്തലത്തെയും നമ്മുടെ ചുറ്റുപാടിനെയും ഒക്കെ മാറ്റാൻ ശ്രമിക്കാറുണ്ട്. അവിടെയല്ല യഥാർത്ഥത്തിൽ നമ്മുടെ ബോധം എങ്ങനെയാണോ മാറുന്നത് അപ്പോഴാണ് ജീവിതം മാറുന്നത്. ഓരോ മനുഷ്യരും തന്റെ ബോധത്തിന്റെ ആഴത്തിനനുസരിച്ചാണ് ജീവിക്കുന്നത്. അതില് ഈ ജീവിതം എന്ന് പറയുന്നത് ഒരു അഭിനയ വേദിയാണ് നമ്മൾ കരുതുക. തൽക്കാലത്തേക്ക് ഒരു സിനിമയിലെ കഥാപാത്രത്തെ പോലെ സിനിമ ആകുന്ന ഒരു വേദിയാണ് ഈ അഭിനയ വേദി എന്ന് പറയുന്നത്. അതിലെ ഒരു കഥാപാത്രമാണ് ഒരു മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത്. ആ വേഷത്തെയാണ് ഞാൻ എന്ന് നമ്മൾ സാധാരണ കരുതുന്നത്. ഇതില് ഈ തൊഴിൽ, ബന്ധം, പദവി, സമ്പത്ത് എന്ന് പറയുന്നതെല്ലാം തന്നെ കഥാപാത്രങ്ങളോ അല്ലെങ്കിൽ ഞാൻ എന്ന കഥാപാത്രത്തിന്റെ ആട്രിബ്യൂട്ട്സോ ആണ്. അതിൽ ഈ കഥാപാത്രം ഇട്ടുവരുന്ന പലതരം വേഷങ്ങൾ. ആ കഥാപാത്രത്തെ കടന്ന് ഇതിന്റെ ഒറിജിനൽ ആയിട്ടുള്ള ബോധത്തിലേക്കുള്ള യാത്രയാണ്, ആ ബോധയാത്രയാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ആത്മയാനം അതിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ആത്മയാനത്തെ കുറിച്ചല്ല നമ്മുടെ ഇന്നത്തെ വിഷയം, എങ്കിലും ആത്മയാനം എന്നുള്ള നമ്മുടെ ആ ഒരു പദ്ധതി വഴി നമ്മൾ അതിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതില് ഏറ്റവും ആദ്യം കാണുന്ന ബോധത്തിന്റെ മാനം എന്ന് പറയുന്നത് ഒരുതരം മായികതയാണ്, വിർച്വൽ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. മായ എന്നൊക്കെ നമ്മൾ പൊതുവിൽ ഇന്ത്യൻ ഫിലോസഫിയിൽ പറയാറുണ്ട്. മായിക ബോധം, അത് ഞാൻ ഇട്ടിരിക്കുന്ന വേഷമുണ്ട്, ഞാൻ എന്ന കഥാപാത്രമാണെന്ന് വിശ്വസിക്കുന്ന അവസ്ഥയാണ് ഈ മായിക ബോധം എന്ന് പറയുന്നത്. ആ മായിക ബോധത്തിൽ നിൽക്കുന്നവരാണ് വിജയത്തിന്റെ അല്ലെങ്കിൽ പരാജയത്തിന്റെ, ഒരു പ്രശംസയുടെ, വിമർശനത്തിന്റെ ഒക്കെ അവസ്ഥയിൽ കുടുങ്ങിപ്പോകുന്നത്, ജീവിതത്തെ ഇങ്ങനെ നേരിട്ടുള്ള സംഭവങ്ങളായി കരുതുന്നത്, കഥാപാത്രവും യാഥാർത്ഥ്യം തമ്മിലുള്ള വ്യത്യാസം അറിയാതെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. കഥ തന്നെയാണ് അല്ലെങ്കിൽ കഥയിലെ കഥാപാത്രമാണ് ഞാൻ എന്ന് വിശ്വസിക്കുന്ന ഒരവസ്ഥ. ലോകത്തെ 95% ആളുകളും ആ വിധത്തിലാണ് ജീവിക്കുന്നത്. അത് അവരുടെ തെറ്റല്ല, ബോധത്തെക്കുറിച്ച് അവർക്കുള്ള അറിവ് അതാണ്. ആത്മീയരായിക്കോട്ടെ, ആത്മീയ അന്വേഷികളായിക്കോട്ടെ, അവരും ഈ ബോധം എന്നുള്ള അവസ്ഥയുടെ ഈ മായികതയിൽ കുടുങ്ങി നിൽക്കുന്ന, ബോധം നമുക്ക് തരുന്ന മായിക ഭാവത്തിൽ കുടുങ്ങി ജീവിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ കുടുങ്ങാതെ നമുക്ക് പൂർണ്ണമായിട്ട് ഇതിനകത്തൂടെ കടന്നു പോകാൻ നമുക്ക് പൂർണ്ണമായിട്ടും ജീവിക്കാനും കഴിയും. അപ്പോ ഈ മായികതയാണ് നമുക്ക് ഏറ്റവും വെളിയിൽ കാണുന്ന ആ ഒരു അവസ്ഥ, നമ്മളിങ്ങനെ കഥാപാത്രമായിട്ട് നിൽക്കുന്ന ഒരവസ്ഥ. അപ്പൊ ഇതാണ് ഒന്നാമത്തെ മാനം. രണ്ടാമത്തെ മാനം എന്ന് പറയുന്നത് ഇതിനെ കുറച്ചുകൂടി ജീവിത വിജയത്തിലേക്ക് കൊണ്ടുവന്ന് ഈ 95% എന്ന് പറഞ്ഞതില് അതിനകത്തെ ഒരു കൂട്ടം ആളുകൾ പ്രയോഗബോധത്തിലാണ് ജീവിക്കുക, അതിന്റെ പ്രാക്ടിക്കാലിറ്റിയിലാണ് ജീവിക്കുക. അവര് ഈ വേഷം മാറാമെന്ന് തിരിച്ചറിയുന്നവരാണ്. ഞാൻ എന്ന് പറയുന്ന ഈഗോയെ കുറച്ചുകൂടെ വിപുലപ്പെട്ടിട്ട് ഞാൻ എന്നുള്ള വേഷം മാറാം. അപ്പോ ജീവിതത്തിൽ വിവിധ ഭാവങ്ങളും വേഷങ്ങളും സ്വീകരിക്കാൻ പഠിക്കുന്നു. ഈ 95% ഒരു 5% ഈ മാറ്റത്തിന് തയ്യാറല്ല കേട്ടോ. അവർ ഞാനെന്ന് വിചാരിക്കുന്നതിൽ മാത്രമാണ് ജീവിക്കുക. ഇതില് പല ഭാവങ്ങൾ, പല വേഷങ്ങൾ. ഇപ്പോ പിതാവ് എന്ന രീതിയിലുള്ള വേഷം, ശിഷ്യൻ എന്നുള്ള രീതിയിലുള്ള വേഷം, ഒരു പൗരൻ എന്നുള്ള രീതിയിലുള്ള വേഷം, ഒരു സുഹൃത്ത് എന്നുള്ള രീതിയിലുള്ള വേഷം, അതല്ലെങ്കിൽ ഒരു ദൗത്യ നിർവഹകൻ എന്നുള്ള രീതിയിലുള്ള വേഷം. ഇങ്ങനെ പല വേഷങ്ങളിലേക്ക് അവൻ മാറി 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 പോകുവാനുള്ള പ്രായോഗികതയാണ് അയാൾക്ക് ഉണ്ടാവുക. അതാണ് പ്രയോഗബോധം എന്ന് പറയുന്നത്. അവർക്ക് സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുക എന്നുള്ളൊരു കാര്യമുണ്ട്. അതായത് മാറ്റം സാധ്യമാണ്. ഞാൻ ഇപ്പൊ നിൽക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റം സാധ്യമാണെന്ന് തിരിച്ചറിയുന്നതാണ് ഈ പറയുന്ന അവസ്ഥ. മാറ്റം സാധ്യമാണെന്ന് മനസ്സിലാവും. അവരാണ് മാറണം, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാകാം, അങ്ങനെയാകാം, ഇന്നത് നേടണം എന്നൊക്കെ വിചാരിക്കുന്നത്. മറ്റേത് മാറ്റമില്ല, ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു, മാറ്റമേ ഇല്ല എന്ന് വിചാരിക്കുന്നവരാണെങ്കിൽ ഈ പ്രയോഗബോധത്തിൽ മാറ്റം സാധ്യമാണ്, നമ്മൾ എവിടേക്ക് മാറണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ സ്വയം തിരിച്ചറിയുന്ന അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ബോധ്യമുള്ള ഒരവസ്ഥയായിരിക്കും.
ഇതിന്റെ അടുത്ത ഒരു മാനമാണ്, മൂന്നാം മാനമാണ് വിവിക്ത ബോധം എന്ന് പറയുന്നത്. വിവിക്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിമോട്ട്, നമ്മൾ റിമോട്ട് കൺട്രോളർക്ക് അമർത്തുന്നുണ്ടല്ലോ, അതുപോലെ റിമോട്ട് എന്ന് പറയുന്ന ആ ഒരവസ്ഥ, വിവിക്ത ബോധം. അതായത് ജീവിതം ഇങ്ങനെ സംഭവിക്കുമ്പോൾ ജീവിതത്തിന്റെ പിറകിൽ ഒരു വലിയ സംവിധാനം പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള അറിയുന്ന ഒരവസ്ഥയാണ് വിവിക്ത ബോധം എന്ന് പറയുന്നത്. വ്യക്തി, ഞാനെന്നുള്ള വ്യക്തി മാത്രമല്ല, സമൂഹം, പ്രകൃതി, നമ്മുടെ ചരിത്രം, നമ്മുടെ സാങ്കേതികത, നമ്മുടെ ജീവിത ജ്ഞാനം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇൻഡിജിനിയസ് നോളജ് എന്ന് പറയുന്നവയൊക്കെ തന്നെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്ന ഒരു അവസ്ഥയാണ് വിവിക്ത ബോധം എന്ന് പറയുന്നത്. ഓരോ സംഭവത്തിനും പരസ്പര ബന്ധങ്ങളുണ്ടെന്ന് തിരിച്ചറിയുന്ന ഒരവസ്ഥ. അത് ശരിക്കും പറഞ്ഞാൽ വ്യവസ്ഥകൾ എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരവസ്ഥയിലേക്ക് അത് പോകും. ഇതാണ് വിവിക്ത ബോധം എന്ന് പറയുന്നത്, റിമോട്ടായിട്ടുള്ള ബോധം. അതായത് ജീവിത സംഭവങ്ങൾ സംഭവിക്കുമ്പോൾ ഇതിന്റെ പിറകിൽ ഒരു വലിയ സംവിധാനം പ്രവർത്തിക്കുന്നുണ്ടെന്ന് അറിയുന്ന, ആ സംവിധാനത്തെ അറിയുന്ന ഒരവസ്ഥയാണ് വിവിക്ത ബോധം എന്ന് പറയുന്നത്. അടുത്തതാണ് നാലാമത്തെ മാനം. നാലാമത്തെ മാനം എന്ന് പറയുന്നത് പ്രകടബോധമാണ്. പ്രകടബോധം എന്ന് വെച്ചാൽ ഞാൻ എന്തിനെയാണ് പ്രകടിപ്പിക്കുന്നത്, എന്റെ ശേഷികൾ എന്താണ്, ഞാൻ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോ നിങ്ങളോട് ഭാഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വർത്തമാനം പറയാനുള്ള കഴിവ്, വർത്തമാനം പറയാനുള്ള ഡേറ്റ, ഇത്തരം കാര്യങ്ങളെ കുറിച്ച് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാനിവിടെ രാവിലെ ഇതും തുറന്നു വെച്ചിട്ട് ഇവിടെ ഇരുന്നിട്ട് പ്രഭാഷണം നടത്തുന്നത്. ഈ ഒരു അറിവ്, ഈ ഒരു ബോധം എനിക്കില്ലെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് പ്രകടിപ്പിക്കാൻ കഴിയില്ല ഇത്. അപ്പൊ ഞാൻ ആരാണെന്നും എന്തിന് കഴിവുണ്ടെന്നും മനസ്സിലാക്കുന്ന ഒരവസ്ഥയാണ് ഈ പ്രകടബോധം എന്ന് പറയുന്നത്. ഇത് ബോധമാണ്, പലരും പ്രകടിപ്പിക്കും, പക്ഷെ ബോധമില്ലാതെ. നമ്മൾ കുറേയേറെ ആളുകൾ അത് പ്രകടിപ്പിക്കുന്നത് ബോധത്തോടു കൂടിയായിരിക്കും. അപ്പോ ജീവിതത്തെ ബോധപൂർവം രൂപപ്പെടുത്താൻ, ഷെയ്പ്പ് ചെയ്യാൻ തുടങ്ങുന്ന ഒരവസ്ഥ ഈ പ്രകടബോധത്തിലാണ്. നമ്മുടെ കഴിവുകളെ നമ്മുടെ ദൗത്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരവസ്ഥയാണ് ഈ പ്രകടബോധത്തിലുള്ളത്. ഇതിനും അകത്ത് വരുന്ന ഒന്നാണ്, അല്ലെങ്കിൽ ഇതിന്റെ അടുത്ത വേറൊരു മാനമാണ് മനോബോധം എന്ന് പറയുന്നത്. മനോബോധം, മനസ്സെന്നുള്ള വാക്ക് എല്ലാവർക്കും അറിയാലോ. നമ്മുടെ ധർമ്മത്തിന്റെ ദിശ തീരുമാനിക്കുന്നതാണ് മനസ്സ്, അല്ലെ? നമ്മൾ പലതവണ പല രീതിയിൽ സംസാരിച്ചിട്ടുള്ളതാണ്. നമ്മുടെ ധർമ്മം എന്തോ ആ ധർമ്മത്തെ കർമ്മമാക്കി മാറ്റാൻ ഉള്ള പ്രക്രിയയാണ്, ആ പ്രവർത്തന സംവിധാനത്തിനാണ് മനസ്സെന്ന് പറയുന്നത്. അപ്പോ ധർമ്മം എന്ന് പറയുന്നത് എവിടെയാണെന്ന് ഈ മനസ്സിലറിയാം. മനസ്സിലൊരു ബോധമുണ്ട്, അതാണ് മനോബോധം എന്ന് പറയുന്നത്. ആ മനോബോധമാണ് ധർമ്മത്തിന്റെ ദിശ തിരിച്ചറിയുന്നത്. ജീവിതം എന്തിനാണെന്നുള്ള ചോദ്യം അവിടെ ഉണ്ടാവുന്നുണ്ട്. അതിനുള്ള ഉത്തരം തേടലാണ് ആ ദിശ എന്ന് പറയുന്ന ഒരവസ്ഥ. അവിടെയാണ് ലക്ഷ്യം, നമ്മുടെ ദൗത്യം, നമ്മുടെ ദിശ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ക്ലിയർ ആവുന്നത്, അതിനൊരു വ്യക്തത വരുന്നത്. അവിടെ ആ മനോബോധം കൃത്യമായിട്ട് പ്രവർത്തിക്കുന്ന സമയത്താണ് ജീവിതത്തിന്റെ ഒരു ഉദ്ദേശ്യം എന്ന് പറയുന്നത് ഉണ്ടാവുക. ആ ഉദ്ദേശ്യത്തിലേക്ക് സഞ്ചരിക്കുന്നത് മനോബോധത്തിന്റെ പ്രവർത്തനത്തിലാണ്. അതേസമയം ആറാം ബോധമുണ്ട്. ആറാം ബോധം എന്ന് പറയുന്നത് ഉപബോധം. അവിടെ സ്മൃതികൾ, അനുഭവങ്ങൾ, ഇവയെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ധർമ്മത്തെ രൂപപ്പെടുത്തുന്ന ഒരവസ്ഥയാണ്. അത് എനിക്കിതിനു മുമ്പൊരു അനുഭവമുണ്ട്, അതുവയുടെ ഓർമ്മയുണ്ട്. ആ ഓർമ്മ ഉപയോഗിച്ചുകൊണ്ട് ധർമ്മത്തെ രൂപപ്പെടുത്തുന്ന അവസ്ഥ. ജീവിതത്തിന്റെ മുൻ അനുഭവങ്ങൾ ജീവിതത്തിന്റെ തെരഞ്ഞെടുപ്പുകളെ സ്വാധീനിക്കുന്ന ഒരവസ്ഥ. ഞാൻ ഇതുവരെ ചോറാണ് ഉണ്ടത്, അതുകൊണ്ട് ഇപ്പോൾ വിശപ്പ് മാറാൻ, എന്നെ പൂർണ്ണമായിട്ടും എന്നെ ആ സംതൃപ്തിയിലേക്ക് എത്തിക്കാൻ ചോറാണ് കഴിക്കേണ്ടത് എന്ന് പറയുന്ന ഒരവസ്ഥ. ഇത് ഉപബോധത്തിന്റെ സൃഷ്ടിയാണ്. അത് ഉള്ളിലുള്ള അടയാളങ്ങളാണ്. നമ്മുടെ ഉപബോധത്തിലെ പ്രധാന ബിംബം എന്ന് പറയുന്നത് സ്മൃതിയാണ്, ഓർമ്മയാണ്. അതാണ് ജീവിതത്തിന്റെ ദിശ നിശ്ചയിക്കുന്നത്. ഇതൊരു അടയാളമായി നിൽക്കുകയാണ്, ഫിക്സ് ചെയ്തിട്ടുള്ള അടയാളമായി നിൽക്കുകയാണ്. ഈ ട്രെയിനിന്റെ ഒക്കെ ചക്രത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ കഴിയില്ല, അത് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ വഴിക്ക് അത് പോവുള്ളൂ. അപ്പൊ ഉപബോധത്തിന്റെ റോൾ ഇതുപോലെയാണ്. സ്മൃതികൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ പാളത്തിനെ ഫിക്സ് ചെയ്തു, ചക്രത്തെ ഫിക്സ് ചെയ്തു. അതിനനുസരിച്ച് നമ്മൾ മുൻപോട്ട് പോകുന്നു. ഇവിടെയാണ് ജീവിതത്തിന്റെ ആന്തരിക രൂപരേഖ ഉണ്ടാകുന്നത്. അത് മുൻപോട്ട് പോകുവാൻ നമ്മെ നയിക്കുന്ന, നമ്മളെ സഹായിക്കുന്ന ആ ഒന്ന് ആന്തരിക രൂപരേഖ ഉണ്ടാകുന്നത് ഈ ഉപബോധത്തിൽ നിന്നാണ്. അടുത്ത ഒരു മാനം നമുക്ക് പറയാം, ഏഴാം മാനം. അതിനെയാണ് അവബോധം എന്ന് പറയുക. ഇത് പല രീതിയിൽ നമ്മൾ അതിനെ വ്യാഖ്യാനിക്കേണ്ടതുണ്ട്. പക്ഷെ നമ്മൾ ഇവിടുത്തെ സ്ഥലപരിമിതി വെച്ചിട്ട് നമ്മളിവിടെ ഒരു ഒറ്റ അവസ്ഥയാണ് പറയുന്നത്. അത് അഹംബോധത്തിന്റെ അടിസ്ഥാന പാളിയാണ്. ഈ ഞാൻ എന്ന് പറയുന്ന ബോധത്തിന്റെ അടിസ്ഥാന പാളിയാണ്. ഇത് വ്യക്തിത്വം,
ശരീരഭാഷ ഇവയുടെ അടിസ്ഥാനമായിട്ടാണ് നിൽക്കുക. അഹംബോധം എന്ന് പറയുന്നതിനനുസരിച്ച് എന്റെ അവബോധമെന്തോ ആ അവബോധത്തിനനുസരിച്ച് നിൽക്കുന്നു എന്നുള്ളത്. അത് സഹജാവബോധവും ശിക്ഷിതാവബോധവും ഒക്കെ ഉണ്ടാകുന്നത് ഇവിടെയാണ്. ബോധത്തിന്റെ മറഞ്ഞിരിക്കുന്ന പ്രവർത്തന മേഖലയാണ് ഈ അവബോധം എന്ന് പറയുന്നത്. ഈ ബോധം മൊത്തത്തിലുള്ള ബോധത്തിന്റെ ഏറ്റവും ഹിഡൻ ആയിട്ടുള്ള, നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു പ്രവർത്തന മേഖലയാണിത്. അതായത് ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ, ഞാൻ എന്ത് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഈ ട്രെയിൻഡ് ആയിട്ട് കിട്ടില്ല ഓർമ്മകളൊന്നും അല്ലാതെ, ഇപ്പോ ട്രെയിൻ എന്നുള്ള വാഹനമാണെങ്കിൽ അത് പാളത്തിലൂടെ നീങ്ങൂ, വിമാനമാണെങ്കിൽ കരയിലൂടെ നീങ്ങൂ എന്ന് പറയുന്ന ആ ജീവിതത്തിന്റെ ആ ഒരു ഡിഫൈൻഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഉണ്ടല്ലോ, ആ സ്റ്റേറ്റ് തീരുമാനിക്കുന്ന ഈ പറയുന്ന സാധനമാണ് ഈ അവബോധം. അത് അഹംബോധത്തിന്റെ ഏറ്റവും പ്രൈമറി ലെയറാണ്. മനുഷ്യന്റെ സ്വഭാവം, അവന്റെ പ്രതികരണങ്ങൾ തുടങ്ങിയതെല്ലാം തന്നെ ഈ അവബോധത്തിലാണ് ഉണ്ടാകുന്നത്. അത് പരിശീലിപ്പിച്ചെടുക്കുന്ന അവബോധമുണ്ട്, പരിശീലിക്കാതെ സഹജമായി കിട്ടുന്ന അവബോധമുണ്ട്. അത് അവിടെ ഇരിക്കട്ടെ. എന്താണ് മൊത്തത്തിൽ അവബോധം എന്ന് പറയാം. ഈ അവബോധമാണ് അവനെ മുൻപിലേക്ക് നയിക്കുന്നത്, എങ്ങോട്ട് പോകണം എന്ന് തീരുമാനിക്കുന്നതൊക്കെ. എങ്ങനെ തീരുമാനിക്കുന്നത്? ചിന്തിച്ച് തീരുമാനിക്കുന്നതല്ല, ഓർമ്മയിൽ നിന്നും തീരുമാനിക്കുന്നതല്ല. ഇതിങ്ങനെയാണ് എന്ന കാര്യം പ്രകൃതിയാൽ തീരുമാനിക്കപ്പെട്ടത് ഇവിടെയാണ്. അതിനകത്ത് ചെറിയ ചില പരിശീലനങ്ങൾ കൊണ്ട് അതിന്റെ ദിശയിൽ ചെറിയ ചില മാറ്റങ്ങൾ വരുത്താൻ പറ്റും എന്നുള്ളതാണ് ശിക്ഷിതാവബോധത്തിന്റെ ഒരു പ്രത്യേകത. എന്നാണെങ്കിലും ഇത് ഒരു 7ാമത്തെ മാനം, അവബോധം എന്നുള്ളത് 7ാമത്തെ മാനമായിട്ട് എടുക്കുക. 8ാമത്തെ ഒരു മാനമുണ്ട്, അതാണ് പരിബോധം എന്ന് പറയുന്നത്. നമ്മുടെ സ്വത്തും പ്രപഞ്ചബോധവുമായി യോജിക്കുന്ന ഒരവസ്ഥ. ഇപ്പൊ പ്രപഞ്ചത്തിന്റെ ഒരു പൊതുധർമ്മമുണ്ട്, ഞാനെന്നുള്ള ധർമ്മവും പ്രപഞ്ചത്തിന്റെ ഒരു പൊതുധർമ്മമുണ്ട്. ആ പ്രപഞ്ചത്തിന്റെ പൊതുധർമ്മവുമായിട്ട് എന്റെ ദൗത്യം, എന്റെ ജീവിതം എന്നുള്ളത് യോജിക്കുന്ന ഒരവസ്ഥയാണ്. സ്വത്വം, നമ്മുടെ സ്വത്വം പ്രപഞ്ചബോധവുമായിട്ട് യോജിക്കുന്ന ഒരവസ്ഥ. അവിടെ നമ്മൾ നമ്മുടെ അഹത്തെ മറികടക്കുന്ന ഒരവസ്ഥയുണ്ട്. ഞാൻ ഇത്രയും നേരം കരുതിയിരുന്നു, ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അഹത്തിന്റെ സാന്നിധ്യമുണ്ട്. ഈ അഹത്തെ മറികടക്കുന്ന ഒരവസ്ഥയാണ്. അവിടെ പ്രകൃതിയുമായിട്ട്, മറ്റ് ജീവജാലങ്ങളുമായിട്ട്, പ്രപഞ്ചവുമായിട്ട്, അചരങ്ങളുമായിട്ട് ഒക്കെയുള്ള ഒരുതരം ഐക്യം അനുഭവിക്കുന്ന ഒരവസ്ഥയാണ് ഈ പറയുന്ന പരിബോധം എന്ന് പറയുന്ന ഒരവസ്ഥ. പരിബോധം നമ്മളിൽ തന്നെയാണ്. നമ്മൾ പ്രപഞ്ച സംവിധാനവുമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെയോ ജീവിതത്തിന്റെയോ ഒരു ബൗണ്ടറി ഉണ്ടല്ലോ, ആ ബൗണ്ടറിയുമായിട്ട് യോജിക്കുന്ന ഭാഗമാണ് ഈ പരിബോധം എന്ന് പറയുന്നത്. അവിടെ ജീവിതം എന്നുള്ളത് ഒരു റെസ്പോൺസിബിൾ കോഓപ്പറേഷനായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും. നമ്മുടെ അതിരിലും അപ്പുറത്തുള്ള ലോകത്തോട് നമുക്കുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ടാവുന്ന ഒരു സിംബയോസിസ് ഉണ്ടാവുന്ന, അവയുമായിട്ട് വർത്തിച്ചു നിൽക്കുന്ന, സഹവർത്തിച്ചു നിൽക്കുന്ന ഒരവസ്ഥ. ഇതിനെയാണ് ഒളിമ്പസ് സാധാരണ അബോധത്തിന്റെ പൂർണ്ണത എന്ന് പറയുക. തുര്യാതീതം, തുരീയം എന്ന് പറയുന്ന ഒരവസ്ഥ. ഇതിനെ കുറച്ചുകൂടെ അപ്പുറത്തേക്ക് പോകുമ്പോൾ തുര്യാതീതം എന്ന് പറയും. അത് നമുക്ക് പിന്നീട് സംസാരിക്കാം. അപ്പൊ ഈ ഒരവസ്ഥയായിട്ട് കണക്ട് ചെയ്യുക, അപ്പോഴാണ് ബോധത്തിന് പൂർണ്ണത ഉണ്ടാവുക എന്നുള്ളതാണ് ഒളിമ്പസ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ബോധത്തിന്റെ ആഴം കൂടുമ്പോൾ ജീവിതത്തിന്റെ ഗുണമേന്മ കൂടും എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വന്നത്. പുറം ലോകത്തിന്റെ വിജയം ബോധത്തിന്റെ ഉയർച്ചയ്ക്ക് പകരമല്ല. ബോധം എന്ന് പറയുന്നത് എത്രത്തോളം ഉയരുന്നോ അതിനനുസരിച്ചായിരിക്കും പുറം ലോകത്ത് വിജയം ഉണ്ടാവുക. അല്ലെങ്കിൽ പുറം ലോകത്തെ വിജയം ബോധത്തെ നന്നാക്കുന്നു എന്ന് വിചാരിക്കണ്ട. അപ്പൊ എനിക്ക് ജീവിതത്തിൽ ഒരു വിജയം ഉണ്ടായി, അതുകൊണ്ട് എന്റെ ബോധം ഉണർന്നു, എന്റെ ജീവിതാനുഭവങ്ങൾ കൊണ്ട് എന്റെ ബോധം ഉണർന്നു എന്നില്ല. എന്റെ ബോധം ഉണരുമ്പോഴാണ് ജീവിതാനുഭവങ്ങൾ കൃത്യമായിട്ട്. ബോധമില്ലാത്തവന്റെ ജീവിതാനുഭവം പോലും ഉണ്ടാവില്ല. അപ്പോ യഥാർത്ഥ വളർച്ച, ഒരു ജീവിയുടെ, ഒരു സത്തയുടെ യഥാർത്ഥ വളർച്ച എന്ന് പറയുന്നത് അവന്റെ ബോധത്തിന്റെ വികാസമാണ്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ കഥാപാത്രം ഉണ്ടല്ലോ, ഞാൻ അഭിനേതാവാണ് എന്ന് പറയുന്ന ഒരവസ്ഥ. ആ അഭിനേതാവാണെന്ന് പറയുന്ന ആ കഥയിലെ അവസ്ഥയിൽ നിന്നും നമ്മൾ പതുക്കെ മാറിയിട്ട് പ്രപഞ്ചബോധവുമായിട്ട്, ആ അതിരിലെ അവസ്ഥയുമാണ്, നമ്മുടെ അതിരില് അപ്പുറത്ത് പ്രപഞ്ചമാണ് നിൽക്കുന്നത്. ആ പ്രപഞ്ചബോധത്തിലേക്കുള്ള ഒരു സന്നിവേശമാണ്, അല്ലെങ്കിൽ അതിലേക്കുള്ള യാത്രയാണ് നമ്മൾ ഈ നമ്മുടെ ആത്മപരിവർത്തനം എന്ന് പറയുന്നത്. അപ്പോ മനസ്സിലാക്കുക, ജീവിതം എന്ന് പറയുന്ന ഒരു സംഭവമല്ല, ബോധ അനുഭവമാണ്. സംഭവം എന്ന രീതിയിൽ നമ്മളത് വ്യാഖ്യാനിക്കുന്നു. പക്ഷെ നമ്മുടെ ബോധത്തിന്റെ അനുഭവമാണ് ജീവിതം എന്ന് പറയുന്നത്. നാം ജീവിക്കുന്ന ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ ബോധത്തിന്റെ പ്രതിഫലനമാണ്. നമ്മൾ എന്ത് ബോധത്തിലാണ് നമ്മുടെ ഉള്ളിൽ കാര്യം ചെയ്തിട്ടുള്ളത്, അതിന്റെ പ്രതിഫലനമാണ്, നമ്മുടെ ഉള്ളിലുള്ളതിന്റെ റിഫ്ലക്ഷനാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. ബോധം വികസിക്കുമ്പോൾ ജീവിതം വികസിക്കും.
ജീവിതം വികസിക്കുമ്പോൾ ബോധം വികസിക്കണമെന്നില്ല. ജീവിതം എന്ന് പറയുന്നത് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്ന, അവിടെ ജീവിതത്തിൽ മാറ്റം വരുത്തി ബോധത്തിൽ മാറ്റം വരുത്തുക എന്നുള്ളത് പ്രായോഗികമാണ്. എങ്കിലും സംഭവിക്കുന്നതിന്റെ തുടക്കം എന്ന് പറയുന്നത് ബോധത്തിലുള്ള മാറ്റമാണ് ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്നത്. ഇപ്പൊ കോട്ടക്കാവ് ചെയ്യുന്ന സമയത്ത് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമ്മൾ അകത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കണം എന്ന് പറയുന്നു. അകത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾ എന്താണ്? അകത്തെ മാറ്റം എന്തിനെയാണോ ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന സാധനത്തിന് മാറ്റം വരുത്തുക. വെളിയിലുള്ള ഒബ്ജക്റ്റില്, വെളിയിലുള്ള സബ്ജക്റ്റില്, വെളിയിലുള്ള സിറ്റുവേഷനിൽ മാറ്റം വരുത്തി അതിനോട് അനുരൂപപ്പെടാൻ ശ്രമിക്കുമ്പോൾ ആന്തരിക ബോധത്തിൽ മാറ്റം ഉണ്ടാവുന്നതാണ്. ആ ആന്തരിക ബോധത്തിലുള്ള മാറ്റമാണ് ജീവിതത്തെ മാറ്റുന്നത്. അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലെ മെച്ചപ്പെട്ടൊരവസ്ഥയിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മുടെ സ്വത്വം പ്രപഞ്ചബോധവുമായിട്ട് യോജിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്കും സമാധാനത്തിലേക്കും ചെന്നെത്തുമെന്നുള്ളത് അതിന്റെ ചുരുക്കം. അപ്പോൾ ബോധം എന്ന് പറയുന്നത് അതിന് പല മാനങ്ങളുണ്ട്. ആ ഓരോ മാനത്തിനും നമ്മൾ ജീവിതത്തിന്റെ ഓരോ ഏരിയയാണ് കണക്കാക്കുന്നത്. പലപ്പോഴും നമ്മൾ ജീവിക്കുന്നത് അഭിനേതാവാണെന്നുള്ള, ജീവിതം ഒരു നാടകമാണെന്നുള്ള ബോധത്തിലാണ്. ആ അഭിനേതാവായി മാത്രം ജീവിക്കുന്ന ഒരവസ്ഥയിൽ നിന്നും പ്രപഞ്ചബോധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെയുള്ള ദൗത്യം നിർവഹിക്കേണ്ടതാണെന്നുള്ള തിരിച്ചറിവിലാണ് നമ്മുടെ ജീവിതം ശരിയായി പുഷ്പിച്ചും വികസിച്ചും വരുന്നത്. ആ അവസ്ഥയിലേക്ക് മാറുവാനുള്ള ബോധ്യം ഒളിമ്പസിന്റെ പഠനങ്ങളിലൂടെ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.